വെൽക്കം ടു മുല്ലാസ് കുചീന. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൺ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. മട്ടൺ കറി ഉണ്ടാക്കുന്നതിലേക്കായി ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആദ്യമായി നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത മട്ടൺ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. മട്ടൺ കറിയുടെ ഗ്രേവിയുടെ പ്രിപ്പറേഷനിലേക്കായി ഞാനിവിടെ 1/4 കിലോ ചെറിയ ഉള്ളി, 2 ഇടത്തരം വലിപ്പത്തിലുള്ള സവാള, 1 ഉരുളക്കിഴങ്ങ്, 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയും ഉരുളക്കിഴങ്ങും ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. മട്ടൺ കറി ഉണ്ടാക്കുന്നതിലേക്കായി അടുത്തതായി നമുക്ക് ഒരു പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നെടുകെ പിളർന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒപ്പം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് അല്പമൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടുന്നത് സവാളയും ചെറിയുള്ളിയുമാണ്. അതിൽ തന്നെ സവാള ഞാൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. സവാളയും ചെറിയുള്ളിയും ചേർത്തതിന് ശേഷം നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഒരു ബ്രൗൺ നിറമായി കഴിയുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ പേസ്റ്റ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളും ചേർത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തീ സിമ്മിലായിരിക്കണം. തുടരെ ഇളക്കി കൊടുക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ കൂട്ട് നല്ല ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് തുടരെ ഇളക്കി ഈ മസാലകൾ അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം. മസാല നന്നായി ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മട്ടൺ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മട്ടൺ കഷ്ണങ്ങൾ ഒരു 5 മിനിറ്റ് സമയം തുടരെ ഇളക്കി നന്നായി വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത മട്ടൺ കഷ്ണങ്ങളിലേക്ക് അടുത്തതായി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ആദ്യം ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് മസാലയ്ക്ക് ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടിയാണ്. ഉപ്പ് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ഒരു 300 ml ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അടുത്തതായി നമുക്ക് പ്രഷർ കുക്കർ അടച്ചു വെച്ച് ഒരു 3 വിസിൽ ടൈം ഇത് വേവിച്ചെടുക്കാം. ശേഷം തീ അണച്ചു കൊടുക്കുക. പ്രഷർ പോയി കഴിയുമ്പോൾ നമുക്ക് കുക്കർ തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടൺ കഷ്ണങ്ങൾ നന്നായി വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളൊക്കെ ഉടച്ചു കൊടുക്കാം. ശേഷം ഈ മട്ടൺ കറിയിലേക്ക് നമുക്ക് മല്ലിയില അരിഞ്ഞതും അതോടൊപ്പം കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മട്ടൺ കറി സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. എല്ലാവരും ഈ ടേസ്റ്റി മട്ടൺ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.